രാജേന്ദ്രനെ സംബന്ധിച്ചുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടന, CPM ഭരണഘടന, പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ ഒരു പാർട്ടി അംഗത്തിന് വരെ ഒരു പോലെ ബാധകമാണ്. പാർട്ടിക്കകത്ത് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ബോധപൂർവ്വം അയാളുടെ പേര് നടപടി സ്വീകരിക്കില്ല. പാർട്ടി രാജേന്ദ്രനെതിരായി അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട നിലപാടെന്താണെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാടാണ്. ആ നിലപാട് സംബന്ധിച്ച് കമ്മീഷൻ വെച്ചു, അന്വേഷണം നടത്തി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് രാജേന്ദ്രൻ ഉൾപ്പെടുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. അംഗീകാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രനെ ഒരു വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തു. അത് സംഘടനാപരമായ നടപടിയുടെ ഭാഗമാണ്. പുറത്താക്കലൊഴിച്ചുള്ള എല്ലാ നടപടികളും ഏതൊരു സഖാവിനെയും തെറ്റിദ്ധരിച്ച് സജീവമാക്കാനാണ്. പാർട്ടി ഇതുവരെ രാജേന്ദ്രനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, രാജേന്ദ്രൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല, രാജേന്ദ്രൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഉൾക്കൊള്ളേണ്ട പ്രശ്നമില്ല. രാജേന്ദ്രൻ പാർട്ടിയെ തള്ളിപ്പറയാത്തിടത്തോളം കാലം രാജേന്ദ്രൻ പാർട്ടിക്കകത്തുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയുണ്ടോ? ഇല്ല. രാജേന്ദ്രൻ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് നടപടിയുള്ളതാണ്. അത് ഓരോ ഘട്ടങ്ങളിലെ നടപടിയുണ്ട്. മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തു. മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്താൽ എന്ത് ചെയ്യണേ? അയാളെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കണം. പാർട്ടി മെമ്പർഷിപ്പിലേക്ക് ഒരാൾ വരുന്നതിന് മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ഒരാളുടെ ഭരണഘടനാപരന്താണ്. ഒരാൾക്ക് CPM അംഗത്വം വരണമെങ്കിൽ അയാൾ പാർട്ടി മെമ്പർഷിപ്പിൽ വരണമെങ്കിൽ അനുഭാവി ഗ്രൂപ്പിലൂടെ വരാൻ കഴിയുള്ളൂ. മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്ത് നടത്താൻ അർത്ഥം എന്താ? അങ്ങനെ ഇനി അനുഭാവി ഗ്രൂപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അയാൾ പാർട്ടി മെമ്പറാണ്. ആ പാർട്ടി മെമ്പർഷിപ്പിൽ അയാൾ എല്ലാ മാർച്ച് മാസത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കും. അതെല്ലാവർക്കും ബാധകമാണ്. ലവി അടയ്ക്കുക, എല്ലാ വർഷവും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തിൻ്റെ ബാധ്യതയാണ്. അത് രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജേന്ദ്രൻ മെമ്പർഷിപ്പ് പുതുക്കിയാലെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല. പുതുക്കിയാലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതിന് പ്രസക്തിയുള്ളൂ. രാജേന്ദ്രൻ പാർട്ടിയും തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി രാജേന്ദ്രനെ തള്ളിപ്പറയും. പിന്നെ എന്തിനാ അതിന് പ്രസക്തി ഇരിക്കുന്നത്? അതങ്ങനെ ഒരു ഘട്ടത്തിൽ മാർച്ച് മാസത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ള പ്രക്രിയ എല്ലാവരുടെയും ഉണ്ടെന്ന്. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാണ്. ഏതൊരാളിനെയും പാർട്ടി മെമ്പർഷിപ്പിൽ പുതുക്കിക്കൊണ്ട് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ നിലപാടെടുക്കാൻ പറ്റുള്ളൂ. രാജേന്ദ്രൻ ഇതുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞതായി ഞങ്ങളുടെ മുമ്പില്ല. പാർട്ടിയും രാജേന്ദ്രനെ പുറത്താക്കിയിട്ടില്ല. പുറത്താക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രാജേന്ദ്രൻ പുറത്താക്കുന്ന പറഞ്ഞാൽ പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജേന്ദ്രനെ അവിടെ നിൽക്കട്ടെ. രാജേന്ദ്രനെ സംബന്ധിച്ച് BJPക്കാർ പിന്നെ ആരെങ്കിലും കാണുന്നു. ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ EPയെ BJP ആക്കാൻ ശ്രമിച്ചതല്ലേ കേരളത്തിലെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ? അതിനെന്തെല്ലാം ചർച്ച നടത്തി? വല്ല കാര്യമുണ്ടോ? അതെന്നു വെച്ചാൽ അത് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ്സുകാർ പടരയായി BJPയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേനും CPMനകത്ത് നിന്ന് പോകുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാജേന്ദ്രൻ്റെ കാര്യത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു ഉൾക്കണ്ട ഞങ്ങൾക്കില്ലെന്ന്. അതൊക്കെ അവരുടെ കാണട്ടെന്ന്. അതിപ്പോൾ ആരെല്ലാം കാണുന്നു? ഈ ആരെല്ലാം പോയി കാണുന്നു? പല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആരെ ഇന്ന ആളുകളാണ്. ഞങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാതുണ്ടാവും. ആശയപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആശയപരമായ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിഗത അഭിപ്രായമില്ല. രാജേന്ദ്രൻ ഇതുവരെ പഠിച്ചിട്ടുള്ള പ്രത്യശാസ്ത്ര രാഷ്ട്രീയ ധാരണയനുസരിച്ച് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് BJP പോലൊരു പാർട്ടിക്കകത്ത് രാജേന്ദ്രന് പോകാൻ കഴിയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആശയപരമായി ഒരാൾ അതപ്പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അതൊന്നും ഇപ്പോൾ ഇത് മുമ്പുള്ള ചർച്ചയില്ല, ഇപ്പോൾ നിലവില്ല. പിന്നെ രാജേന്ദ്രനെ സംബന്ധിച്ച് ഈ പാർട്ടി രാജേന്ദ്രന് നൽകാൻ കഴിയുന്ന എല്ലാ പരിഗണന നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, 3 തവണ MLA ആക്കി. അതെല്ലാം രാജേന്ദ്രന് ബുദ്ധിയുള്ള ഒരാളല്ലേ? രാജേന്ദ്രനെ പോലെ ഒരാളെ അങ്ങനെ പരിഗണിക്കപ്പെട്ടൊരു പാർട്ടിയല്ലേ ഇത്? അതുകൊണ്ട് ആ നിലപാടെടുത്താൽ മതി. BJP നേതാക്കന്മാർ പോകുന്നു, കാണുന്നു എന്നൊക്കെ പറയുന്നത് കാണട്ടെന്ന്. അതിപ്പോൾ വലിയ കാര്യം ധരിക്കുന്നത് വലിയ കാര്യമൊന്നും ഞങ്ങൾക്ക് ഈ കാര്യമൊന്നും ഉൾക്കണ്ടയില്ല. പോയാലൊന്നും കുഴപ്പമില്ല. പോകുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ലല്ലോ. പോകുമെന്ന് രാജേന്ദ്രൻ പറയാത്തപ്പോൾ പിന്നെ പോകുമെന്ന് പറഞ്ഞ് രാജേന്ദ്രൻ പോകണം. അന്നേരം അതിനെ സംബന്ധിച്ച് പറയാം. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു ഉൾക്കണ്ട ഞങ്ങൾക്കില്ല.